ഇപ്പോൾ കുട്ടികളിൽ വീണ്ടും കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ഇതിന് തക്കാളിപ്പനി എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. ഇത് ചിക്കൻ പോക്സുമായിട്ട് വളരെ സാമ്യമുള്ളൊരു അസുഖമാണ്. എന്നാലോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈറസ് കാരണമാണ് ഇതുണ്ടാവുന്നത്. സാധാരണയായിട്ട് ചെറിയൊരു പനിയിൽ തുടങ്ങി വായിൻ്റെ ഉള്ളിലെല്ലാം നല്ല പെയിൻഫുൾ ആയിട്ടുള്ള അൾസേഴ്സ് വരും. കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല പ്രയാസം ഉണ്ടാവും. പിന്നീട് കൈയിൻ്റെ അടിയിൽ, കൈയിൻ്റെ മുട്ടിൽ, തൊടയിൽ, ബട്ടക്സിൽ, കാൽമുട്ടിൽ, കാലിൻ്റെ അടിയിലെല്ലാം നല്ല റാഷസ് വരും, നല്ല ചൊറിച്ചിലുണ്ടാവും. ചിലപ്പോൾ ഈ റാഷസ് എല്ലാം നല്ല പെയിൻഫുൾ ആവാറുണ്ട്. ഇത് സാധാരണഗതിയിൽ ഒരു സെൽഫ് ലിമിറ്റിംഗ് അസുഖമാണ്. വലിയൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യം വരാറില്ല. ഈ ചൊറിച്ചിലിന് ചെറിയ റാഷിന് വേണ്ടിയിട്ടുള്ള ലോഷനുകൾ, പാരസിറ്റമോൾ, പെയിനിന് വേണ്ടിയിട്ട് ഐബുപ്രോഫനൊക്കെ കൊടുത്താൽ മതിയാവും. എന്നാലോ ചില സാഹചര്യങ്ങളിൽ ഇത് വളരെ രൂക്ഷമായിട്ട് വരാറുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ പ്രയാസം ഉണ്ടാവും, അതുപോലെ അമിതമായ ക്ഷീണം, ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്ന രീതിയിലുള്ള അവസ്ഥ, അതുപോലെ തന്നെ കുട്ടിക്ക് അപസ്മാരം വരിക. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം. മറ്റു അസുഖങ്ങളാണോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യണം. ഈ അസുഖം ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് അതിവേഗം സ്പ്രെഡ് ആവും. അതിനാൽ തന്നെ ഇത് വന്ന കുട്ടികളെ മറ്റു കുട്ടികളിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുക, സമ്പർക്കം കുറയ്ക്കുക, അതുപോലെ ഹാൻഡ് വാഷിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനെല്ലാം ചെറിയ പ്രയാസം ഉണ്ടാവും. അതിനാൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് നൽകുക, നന്നായിട്ട് വെള്ളം കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യുക. ഈ കാര്യങ്ങളും കൂടി മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതെങ്ങനെ ചിക്കൻ ബോക്സിന് വ്യത്യസ്തമാവും? ചിക്കൻ ബോക്സിൽ സാധാരണ ഉണ്ടാവുക വളരെ ക്ലിയർ ആയിട്ടുള്ള ബ്ലിസ്റ്റേഴ്സ് ആണ്. കൂടുതലായിട്ട് കാണപ്പെടുക ട്രങ്കിൽ, അതുപോലെ തന്നെ ബാക്കിലാണ്. അതേസമയം തക്കാളിപ്പനിയിൽ ഏറ്റവും കൂടുതൽ റാഷസ് കാണാം കയ്യില്, കാലില്, മുട്ടില്, വായിലൊക്കെയാണ്. അത് ബോഡിയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത് വളരെ വളരെ റെയർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് രണ്ടും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്.